ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ ആത്മീയ ജീവിതവും സഭാ നവീകരണങ്ങളും ഇതിനകം നാം പല എപ്പിസോഡുകളായി കാണുകയായിരുന്നു. ഇനി മുതൽ ചില എപ്പിസോഡുകൾ തുടങ്ങുന്നതിന് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. നവീകൃത സന്യാസ സമൂഹം തുടങ്ങാൻ വൈകരുതെന്ന് ത്രേസ്യായോട് കർത്താവ് ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം പുതിയ മഠം സ്ഥാപിക്കുന്നതിന്റെ അനുവാദം തേടി റോമിലേക്ക് എഴുത്തുകുത്തുകൾ ത്രേസ്യ നടത്തിയിരുന്നു. ത്രേസ്യ തെളോദയിൽ നിന്ന് ആവിലായിലെത്തിയ രാത്രി തന്നെ പുതിയ മഠത്തിനുള്ള അംഗീകാരം കൊടുത്തുകൊണ്ടുള്ള സമ്മതപത്രം റോമിൽ നിന്ന് 5 മാസങ്ങൾക്ക് ശേഷം ലഭിച്ചു. ത്രേസ്യ ഇതിൽ വളരെയധികം ആശ്ചര്യപ്പെടുകയും കർത്താവിന്റെ കരുതലിനെ ഓർത്ത് നന്ദി പറയുകയും ചെയ്തു. പുതിയ കോൺവെന്റ് തുടങ്ങുന്നതിന് എതിർത്ത് നിന്നത് രൂപതയിലെ ബിഷപ്പ് തന്നെയായിരുന്നു. ഇതിന്റെ കാരണം നവീകൃത സമൂഹത്തിന് സ്വന്തമായി സാമ്പത്തിക വരുമാനമില്ലായിരുന്നു എന്നതാണ്. ബിഷപ്പിന്റെ ചെറുത്തുനിൽപ്പ് ഇതിനകം താമസിക്കാതെ അവസാനിച്ചു. അടുത്ത ദിവസം തന്നെ ത്രേസ്യയെ സന്ദർശിക്കാൻ ബിഷപ്പ് ആഗ്രഹിക്കുന്നുവെന്ന് അറിയിപ്പും കൊടുത്തു. ത്രേസ്യയുമായുള്ള കൂടിക്കാഴ്ചയിൽ പുതിയ കോൺവെന്റിന് സ്വന്തം നഗരത്തിൽ ആരംഭിക്കാൻ അദ്ദേഹം സന്തോഷത്തോടെ അനുവാദം നൽകി. എന്നാൽ ബിഷപ്പ് ത്രേസ്യയെ കാണുന്നതിന് മുമ്പ് തന്നെ ത്രേസ്യയുടെ സ്വന്തം പ്രൊവിൻഷ്യലിനെ ബിഷപ്പ് കണ്ടിരുന്നു. പ്രൊവിൻഷ്യലിനെ മറികടന്ന് തുടങ്ങുന്ന പുതിയ കോൺവെന്റ് നേരിട്ട് ബിഷപ്പിന്റെ കീഴിലാകുന്നതിൽ അസ്വസ്ഥതകളുണ്ട് എന്നറിയുന്നു. കത്തിന്റെ ഉള്ളടക്കം വായിച്ചറിഞ്ഞ ത്രേസ്യ വളരെയധികം സന്തോഷിച്ചു. കാരണം സ്വന്തം സന്യാസ സഭയിൽ നിന്നും അതുപോലെ രൂപതയിൽ നിന്നും മറ്റു വൈദികരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഉണ്ടാകുന്ന സകല ദ്രോഹങ്ങളെ വിലക്കിക്കൊണ്ടായിരുന്നു കത്ത്. അതിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു: സഹോദരിമാരെ നേരിട്ടോ അല്ലാതെയോ പരസ്യമായോ രഹസ്യമായോ അവരുടെ മേലധികാരികളോ പുരോഹിതന്മാരോ പ്രിയോ പരിഷ്കർത്താക്കൾ സന്ദർശകർ അതുമല്ലെങ്കിൽ കർമ്മല സഭയിലെ സന്യാസികൾ എന്നിവരോ അന്യായമായി ഉപദ്രവിക്കുന്നത് അനുവദനീയമല്ല എന്നുകൂടി പ്രത്യേകം ഇതിൽ പറഞ്ഞിരുന്നു. ഇതുവഴി ത്രേസ്യയ്ക്ക് വിപുലമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചത്. പുതിയ കോൺവെന്റ് സ്ഥാപിക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിരുന്നത് ത്രേസ്യയുടെ സഹോദരൻ തൻ്റെ വീട് ത്രേസ്യയ്ക്ക് വിട്ടുകൊടുത്തു. അവിടെയാണ് താൽക്കാലികമായ ആദ്യത്തെ നവീകൃത സന്യാസ സമൂഹത്തിന് തുടക്കം കുറിച്ചത്. പഴയ പാരമ്പര്യമനുസരിച്ചുള്ള കുറെ ആളുകളെ കൊണ്ട് നിറഞ്ഞ കോൺവെന്റ് അല്ല ത്രേസ്യ ആഗ്രഹിച്ചത്. ദരിദ്രരായ സ്ത്രീകൾക്കുള്ള ജീവിക്കാനുള്ള ഇടവുമല്ല ഇത്. ദൈവവിളി സ്വീകരിച്ച് നവീകൃത സഭയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കണം, നിയമങ്ങൾ അറിയണം, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങണം. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. പുതിയതായി തുടങ്ങാൻ പോകുന്ന നവീകൃത സമൂഹത്തിൽ ചേരുവാൻ ഒരു സഹോദരി വരുന്നുണ്ടെന്ന് അറിയുകയും അത് ഇവിടെയുള്ളവരുടെ സംസാര വിഷയമായി മാറുകയും ചെയ്തു. ത്രേസ്യ ഇവിടെക്കുറിച്ച് പറഞ്ഞത്, ഒരു പുതിയ ജീവിതപാത ആരംഭിക്കാൻ ഇവൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവൾ എത്ര ചെറുപ്പമായാലും എനിക്ക് പ്രശ്നമില്ല. Doña Teresa de Ahumada. Me envía el padre Daza. Me llamo Úrsula de los Santos. നവീകൃത സഭയിൽ ചേരുവാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ എത്തിയ സഹോദരിയോട് ത്രേസ്യ ചോദിച്ചു, ഞങ്ങളുടെ സഭാ നിയമങ്ങൾ അനുസരിക്കാനും ജീവിക്കാനും നിങ്ങൾ ശക്തയാണോ എന്ന്. ഉത്തരമായി അവൾ പറഞ്ഞു, ആ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്ന്. ത്രേസ്യയുടെ ആഗ്രഹവും ലക്ഷ്യവും നവീകൃത സന്യാസ സമൂഹത്തിലേക്ക് എങ്ങനെയെങ്കിലും കുറച്ചാളുകളെ ചേർത്താൽ മതി എന്നല്ല, മറിച്ച് ഉറച്ച ബോധ്യവും തീക്ഷ്ണമായ ആഗ്രഹവും ഉള്ളവർ മാത്രം മതിയെന്നായിരുന്നു. അലസന്മാരും ഉത്സാഹരഹിതരുമായ വ്യക്തികൾ സഭയിൽ കടന്നുകൂടുന്നതിനെ ത്രേസ്യ വളരെ ഭയത്തോടെയാണ് കാണുന്നത്. ഒടുവിൽ ദീർഘനാളായി കാത്തിരുന്ന ദിവസം ഓഗസ്റ്റ് 24 വിശുദ്ധ ബർത്തലോമിയുടെ തിരുനാൾ ദിവസം വന്നു ചേർന്നു. അന്നേ ദിവസം മുമ്പ് കേൾക്കാത്ത ഒരു മണിയുടെ വിചിത്രമായ ശബ്ദം കേട്ടാണ് വിശുദ്ധ റോക്കിന്റെ പ്രാന്തപ്രദേശത്തിലെ അയൽപക്കം ഉണർന്നത്.
ക്രമേണ അർദ്ധരാത്രിയിൽ എവിടെ നിന്നോ കൗതുകത്തോടെ ജനക്കൂട്ടം ഒഴുകിയെത്തി. അവർ വാതിലിൽ ഇടിക്കാനും തള്ളി തുറക്കാനും തുടങ്ങി. ഇതിനിടയിൽ നവീകൃത സഭയിൽ ചേർന്ന മരിയ ദെ പാസ, അന്റോണിയോ ദെ ഹന്ന, ഊർസുലെ ദെ ലോസ, മരിയ ദെ ആവില എന്നീ 4 പേർക്ക് സഭാവസ്ത്രം നൽകുകയാണ്. എല്ലാവരും 27-നും 41-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഇവരെ കൂടാതെ ഇൻകാർണേഷൻ മഠത്തിൽ നിന്നുള്ള 2 സഹോദരിമാരും തുടക്കം മുതൽ തന്റെ അന്തസ്സും പണവും മുഴുവൻ ഈ പുതിയ ഉദ്യമത്തിന്റെ പിന്നിൽ വലിച്ചെറിഞ്ഞ ഡോണെ ഗമേറും തെരേസയുടെ വിവാഹിതയായ സഹോദരി ജുവാനയും അവളുടെ ഭർത്താവും സന്നിഹിതയായിരുന്നു ഈ തിരുക്രമത്തിൽ. കൗതുകത്തോടെയുള്ള കാഴ്ചക്കാരുടെ തിരക്ക് ക്രമേണ പെരുകി. തുടക്കത്തിൽ ഭൂരിഭാഗം ജനങ്ങളും തങ്ങളുടെ ഇടയിൽ ഒരു കോൺവെന്റ് കൂടി ഉള്ളതിൽ സന്തോഷിച്ചു. എന്നാൽ താമസിയാതെ സന്തോഷം ആശയക്കുഴപ്പത്തിന് വഴിമാറി. ആശയക്കുഴപ്പം തുറന്ന ശത്രുവായി മാറി. ഒരു പുതിയ കോൺവെന്റ് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് അധിക ബാധ്യത വരുത്തിവെക്കുന്നു എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ഒരു തരത്തിലും സ്ഥിര വരുമാനം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇവരെ തീറ്റിപ്പൊറ്റുക എന്നത് വളരെ ദുഷ്കരമായി വരും. രഹസ്യമായി ഈ കർമ്മലീത്താക്കാർ സ്വന്തം മക്കളുടെ അപ്പം മോഷ്ടിക്കുകയാണ്. ഇത് സഹിക്കാൻ പാടുള്ളതല്ല എന്നതായിരുന്നു ഇവരുടെ എതിർപ്പിന്റെ ഏക കാരണം. മൂന്നോ 4 മണിക്കൂറുകൾക്ക് ശേഷം അവൾക്ക് മറ്റൊരു തരം കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പുറത്തുള്ള ജനക്കൂട്ടത്തിന്റെ ബഹളത്തേക്കാൾ, കോലാഹലങ്ങളെക്കാൾ ഉഗ്രമായ ഒന്നായിരുന്നു അത്. അവൾ ഗൗരവമായി പെട്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അനുസരണയ്ക്കെതിരെ ഞാൻ പ്രവർത്തിച്ചിരിക്കുകയാണല്ലോ. ഇത് വലിയ തെറ്റായിരുന്നല്ലോ. കാരണം പ്രൊവിൻഷ്യലിന്റെ മുഴുവൻ തീരുമാനങ്ങൾക്കും എതിരല്ലേ തന്റെ പ്രവൃത്തികൾ. ഇതിനു പുറമെ പുതിയ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ ഇവർക്ക് ഭക്ഷണം മതിയാകുമോ എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ വന്നു തുടങ്ങി. തന്റെ മുഴുവൻ ഉദ്യമങ്ങളും കേവലം പരിഹാസമായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു. മാത്രമല്ല, തന്നെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ചിന്തകൾ അവളുടെ മനസ്സിൽ കടന്നുകൂടി. ഇൻകാർണേഷൻ കോൺവെന്റിൽ ഇവൾ തികച്ചും സംതൃപ്തിയായിരുന്നല്ലോ. ഈ വിഡ്ഢിത്തം നിറഞ്ഞ പദ്ധതിയിൽ എന്തിനാണ് വീണത്? ഇതുവഴി സ്വന്തം സമൂഹത്തിൽ ഇവൾ ആസ്വദിച്ചിരുന്ന സമാധാനവും സംതൃപ്തിയും നഷ്ടപ്പെടുത്താൻ ആരാണ് ഇവളോട് ആവശ്യപ്പെട്ടത്? ഒടുവിൽ ഇവൾക്ക് ഇതൊരു അപമാനമായി ഉപേക്ഷിക്കേണ്ടി വരും. ഇവൾ ഒരു പരിഹാസ പാത്രമായി മാറും. ഈ അവസ്ഥയിൽ ത്രേസ്യ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി. ത്രേസ്യ തന്നെ പറയുന്നുണ്ട്, ഈ അവസ്ഥ ഒരു മരണവേദന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആരോടും ഇത് ചർച്ച ചെയ്യാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ലെന്ന് ഞാൻ കണ്ടെത്തി. എനിക്ക് വിവരിക്കാൻ കഴിയാത്ത അത്ര കഷ്ടതയിലും അന്ധകാരത്തിലും എൻ്റെ ആത്മാവ് മുങ്ങിപ്പോയി. എന്നെ തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ത്രേസ്യയ്ക്കുണ്ടാകുന്ന ഈ തോന്നലുകളും സംശയങ്ങളും പിശാചിന്റെ പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു. തന്റെ അടുക്കൽ ത്രേസ്യ ഉടനടി എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇൻകാർണേഷൻ മഠത്തിലെ ശ്രേഷ്ഠയുടെ കൽപ്പന സിസ്റ്റർ മരിയ ത്രേസ്യയെ അറിയിക്കുന്നു. ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും കടന്നു വരാൻ പോകുന്നു എന്നറിഞ്ഞ് കൂടെ നിന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കൊച്ചു കന്യാസ്ത്രീയെ നമുക്കിവിടെ കാണാം. തന്നെ ഉടനടി ജയിലിൽ അടയ്ക്കുമെന്ന് കരുതിക്കൊണ്ടാണ് അവൾ പോയത്. അങ്ങനെ ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു ആശ്വാസമായിരുന്നേനെ. ആരോടും സംസാരിക്കേണ്ടി വരികയില്ല. കുറച്ച് ഏകാന്ത വിശ്രമവും തനിക്ക് ലഭിക്കും. ഇത് അവൾക്കൊരാശ്വാസമായിരുന്നു. ത്രേസ്യ ഉടനടി യാത്ര പുറപ്പെട്ടു. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛന്റെ മുമ്പിൽ തന്റെ സത്യാവസ്ഥ ഏറ്റുപറഞ്ഞു. Me he limitado a acompañar y animar en un nuevo convento de San José, fundado con patentes de Roma y bajo la autoridad del obispo, a 4 novicias que han prometido allí una vida más perfecta. No quiero ser motivo de discordia, y si en algo he ofendido a vuestra caridad. എന്തെങ്കിലും തെറ്റു വന്നുപോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ത്രേസ്യ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി കുമ്പിടുന്നു. വലിയ ഒരു കുറ്റം ചെയ്തവളെ പോലെ അവൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞു. എല്ലാ വശങ്ങളും മനസ്സിലാക്കാത്തവർക്ക് ത്രേസ്യ ഒരു കുറ്റക്കാരിയാണെന്ന് തോന്നി.
പ്രൊവിൻഷ്യൽ നിശ്ചിതമായി അവളെ ശാസിക്കുകയും ചെയ്തു. ചെയ്തിട്ടില്ലാത്ത പല കുറ്റങ്ങളും തന്റെ മേൽ ആരോപിച്ചതായി ത്രേസ്യ കണ്ടു. Me he limitado a കർത്താവിന്റെ സഹായത്താൽ ത്രേസ്യയുടെ ഹൃദയം ശാന്തമായിരുന്നു. fundado con patentes de robo. ഒടുവിൽ അവർ ത്രേസ്യയിൽ കുറ്റമൊന്നും കണ്ടില്ല. പുതിയ കോൺവെന്റ് ഐശ്വര്യപ്പെടുകയും നഗരം ശാന്തമാവുകയും ചെയ്താൽ അതിൽ താമസിക്കാൻ ത്രേസ്യയ്ക്ക് അനുവാദം നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനവും ചെയ്തു. Ofendido a vuestra caridad. ദൈവിക പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾ സ്വന്തമാക്കുകയും അതിൽ സംതൃപ്തിയും ആനന്ദവും കണ്ടെത്താൻ തുടങ്ങുമ്പോഴായിരിക്കും മറ്റൊരു വഴിയെ സാത്താൻ നമ്മെ സമീപിക്കുന്നത്. പടവെട്ടി നേടിയതും സ്വന്തമാക്കിയതും തെറ്റായി പോയി എന്ന സംശയവും കുറ്റപ്പെടുത്തലുമായി ഇത് ആദ്യത്തേതിനേക്കാൾ ഗൗരവവും തീവ്രവുമാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ദൈവം നമ്മിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുകയോ ഉപേക്ഷിച്ചു പോവുകയോ അല്ല നാം ചെയ്യേണ്ടത്. മറിച്ച് ആഴമായ ദൈവവിശ്വാസവും ദൈവാശ്രയവും കൈമുതലായി സൂക്ഷിക്കാൻ വിശുദ്ധ ത്രേസ്യയെ പോലെ നമുക്ക് സാധിക്കണം. അവിടെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും.